നമസ്കാരം. ഇന്ന് നമ്മൾ 6ാം തരത്തിലെ 4ാമത്തെ അധ്യായമായ ചലനത്തിനൊപ്പം എന്ന അധ്യായത്തിൽ നിന്ന് USS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളും ഓപ്ഷനുകളും ശ്രദ്ധിച്ചു കേട്ട ശേഷം ഉത്തരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. ഉത്തരങ്ങൾ പറഞ്ഞ ശേഷം ലഭിച്ച സ്കോർ പരിശോധിക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി ഗലീലിയോ, ഓപ്ഷൻ ഡി ഫാരഡേ. ചോദ്യം 2. ഒരു വസ്തുവിന് ചലനം സംഭവിക്കുന്നത് ആ വസ്തുവിൻ്റെ ഡാഷിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ്. ഓപ്ഷൻ എ സ്ഥാനം, ഓപ്ഷൻ ബി ദിശ, ഓപ്ഷൻ സി ഭാരം, ഓപ്ഷൻ ഡി വേഗത. ചോദ്യം 3. ഏത് തരം ചലനത്തിലാണ് വസ്തുക്കൾ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഭ്രമണചലനം, ഓപ്ഷൻ ബി പരിക്രമണ ചലനം, ഓപ്ഷൻ സി വർത്തുള ചലനം, ഓപ്ഷൻ ഡി കമ്പന ചലനം. ചോദ്യം 4. വസ്തു ഒരു തുലനസ്ഥാനത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്ന തരം ചലനങ്ങൾ. ഓപ്ഷൻ എ ദോലന ചലനം, ഓപ്ഷൻ ബി ഭ്രമണ ചലനം, ഓപ്ഷൻ സി വർത്തുള ചലനം, ഓപ്ഷൻ ഡി നേർരേഖാ ചലനം. ചോദ്യം 5. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഭ്രമണ ചലനം, ഓപ്ഷൻ ബി കമ്പന ചലനം, ഓപ്ഷൻ സി പരിക്രമണ ചലനം, ഓപ്ഷൻ ഡി വർത്തുള ചലനം. ചോദ്യം 6. ബലത്തിൻ്റെ യൂണിറ്റ്. ഓപ്ഷൻ എ മീറ്റർ, ഓപ്ഷൻ ബി ഡെസിബൽ, ഓപ്ഷൻ സി ന്യൂട്ടൺ, ഓപ്ഷൻ ഡി കിലോഗ്രാം. ചോദ്യം 7. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി ആർക്കിമിഡീസ്, ഓപ്ഷൻ ഡി ഗലീലിയോ ഗലീലി. ചോദ്യം 8. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം. ഓപ്ഷൻ എ ഭ്രമണ ചലനം, ഓപ്ഷൻ ബി പരിക്രമണ ചലനം, ഓപ്ഷൻ സി ദോലന ചലനം, ഓപ്ഷൻ ഡി നേർരേഖാ ചലനം. ചോദ്യം 9. ക്യാരം ബോർഡിലെ സ്ട്രൈക്കറിൻ്റെ ചലനം. ഓപ്ഷൻ എ നേർരേഖാ ചലനം, ഓപ്ഷൻ ബി വർത്തുള ചലനം, ഓപ്ഷൻ സി ദോലന ചലനം, ഓപ്ഷൻ ഡി ഭ്രമണ ചലനം. ചോദ്യം 10. ആപേക്ഷികതാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ എഡിസൺ, ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി ന്യൂട്ടൺ, ഓപ്ഷൻ ഡി ആർക്കിമിഡീസ്. ചോദ്യം 11. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കാത്തത്. ഓപ്ഷൻ എ ചെയിൻ, ഓപ്ഷൻ ബി ബെൽറ്റ്, ഓപ്ഷൻ സി പെഡൽ, ഓപ്ഷൻ ഡി ആക്സിൽ. ചോദ്യം 12. നിരപ്പായ റോഡിലൂടെ പോകുന്ന ഒരു സൈക്കിളിന്റെ ചലനം താഴെ പറയുന്നവയിൽ ഏതിൽ പെടുന്നു? ഓപ്ഷൻ എ ദോലന ചലനവും ഭ്രമണ ചലനവും, ഓപ്ഷൻ ബി ഭ്രമണ ചലനവും നേർരേഖാ ചലനവും, ഓപ്ഷൻ സി കമ്പന ചലനവും ഭ്രമണ ചലനവും, ഓപ്ഷൻ ഡി ഭ്രമണ ചലനവും വർത്തുള ചലനവും. ചോദ്യം 13. ഭ്രമണ ചലനം ഒരു ഡാഷ് ചലനമാണ്. ഓപ്ഷൻ എ ക്രമാവർത്തന ചലനം, ഓപ്ഷൻ ബി ക്രമരഹിത ചലനം, ഓപ്ഷൻ സി 2 തരം ചലനവും, ഓപ്ഷൻ ഡി രണ്ടുമല്ല. ചോദ്യം 14.
പൽചക്രങ്ങളുടെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ എ ചലന വേഗത കൂട്ടുന്നു, ചലന വേഗത കുറയ്ക്കുന്നു, ചലന രീതി മാറ്റുന്നു. ഓപ്ഷൻ ഡി ചലന ദിശ മാറ്റുന്നു. ചോദ്യം 15. ചലനവേഗത കൂട്ടാനായി പൽചക്രങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം? ഓപ്ഷൻ എ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഓപ്ഷൻ ബി ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഓപ്ഷൻ സി എങ്ങനെയും ക്രമീകരിക്കാം. ഇനി നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം. ചോദ്യം 1. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓപ്ഷൻ ബി ന്യൂട്ടൺ. ചോദ്യം 2. ഒരു വസ്തുവിന് ചലനം സംഭവിക്കുന്നത് ആ വസ്തുവിൻ്റെ ഡാഷിൽ മാറ്റം സംഭവിക്കുമ്പോഴാണ്. ഉത്തരം ഓപ്ഷൻ എ സ്ഥാനം. ചോദ്യം 3. ഏതു തരം ചലനത്തിലാണ് വസ്തുക്കൾ ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി വർത്തുള ചലനം. ചോദ്യം 4. വസ്തു ഒരു തുലനസ്ഥാനത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്ന തരം ചലനങ്ങൾ? ഉത്തരം ഓപ്ഷൻ എ ദോലന ചലനം. ചോദ്യം 5. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കമ്പന ചലനം. ചോദ്യം 6. ബലത്തിൻ്റെ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ. ചോദ്യം 7. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. ചോദ്യം 8. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം, വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം? ഉത്തരം ഓപ്ഷൻ എ ഭ്രമണ ചലനം. ചോദ്യം 9. ക്യാരം ബോർഡിലെ സ്ട്രൈക്കറിൻ്റെ ചലനം? ഉത്തരം ഓപ്ഷൻ എ നേർരേഖാ ചലനം. ചോദ്യം 10. ആപേക്ഷികത സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ. ചോദ്യം 11. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കാത്തത്? ഉത്തരം ഓപ്ഷൻ സി പെഡൽ. ചോദ്യം 12. നിരപ്പായ റോഡിലൂടെ പോകുന്ന ഒരു സൈക്കിളിൻ്റെ ചലനം താഴെ പറയുന്നവയിൽ ഏതിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ദോലന ചലനവും ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണ ചലനവും നേർരേഖാ ചലനവും. ചോദ്യം 13. ഭ്രമണ ചലനം ഒരു ഡാഷ് ചലനമാണ്? ഉത്തരം ഓപ്ഷൻ എ ക്രമാവർത്തന ചലനം. ചോദ്യം 14. പൽചക്രങ്ങളുടെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ഉത്തരം ഓപ്ഷൻ സി ചലനരീതി മാറ്റുന്നു. ചോദ്യം 15. ചലനവേഗത കൂട്ടാനായി പൽചക്രങ്ങളെ എങ്ങനെ ക്രമീകരിക്കണം? ഉത്തരം ഓപ്ഷൻ എ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം. ഓക്കെ, താങ്ക് യു.